അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചാൽ നമ്മുടെ ബോച്ചേര പ്ലെയിൻ ഉണ്ടല്ലോ, ബോച്ചി പ്ലെയിൻ, അതിനെ നമ്മൾ നാളെ ഫ്ലൈ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ചെറിയൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഈ മോട്ടർ മൗണ്ടിൻ്റെ അടിഭാഗം ഒന്ന് ബ്ലാക്ക് അടിക്കണം, പിന്നെ ചെറിയൊരു കൺട്രോൾസ് ഉണ്ട് അവിടെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആകെ ഒരു 10-20 മിനിറ്റിൻ്റെ പണിയുള്ളൂ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേബിൾ ഇതാണ്, ബോച്ചിങ്ങനെ ഇരിക്കുന്നത്. ബോച്ച സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നാളെ വീഡിയോ എടുക്കാനാണ് പ്ലാൻ, എന്താവൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ RC കാർ രണ്ടും സൈഡിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ ഓരോന്ന് പറഞ്ഞ് പതുക്കെ കയറണം. അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ പ്ലെയിൻ്റെ ഫ്ലൈയിങ് എന്താ വെച്ചാലും കാണാൻ വേണ്ടി നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചാൽ നമ്മുടെ ബോച്ചേര പ്ലെയിൻ ഉണ്ടല്ലോ, ബോച്ചി പ്ലെയിൻ, അതിനെ നമ്മൾ നാളെ ഫ്ലൈ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ചെറിയൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഈ മോട്ടർ മൗണ്ടിൻ്റെ അടിഭാഗം ഒന്ന് ബ്ലാക്ക് അടിക്കണം, പിന്നെ ചെറിയൊരു കൺട്രോൾസ് ഉണ്ട് അവിടെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആകെ ഒരു 10-20 മിനിറ്റിൻ്റെ പണിയുള്ളൂ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേബിൾ ഇതാണ്, ബോച്ചിങ്ങനെ ഇരിക്കുന്നത്. ബോച്ച സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നാളെ വീഡിയോ എടുക്കാനാണ് പ്ലാൻ, എന്താവൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ RC കാർ രണ്ടും സൈഡിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ ഓരോന്ന് പറഞ്ഞ് പതുക്കെ കയറണം. അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ പ്ലെയിൻ്റെ ഫ്ലൈയിങ് എന്താ വെച്ചാലും കാണാൻ വേണ്ടി നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ.